ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഫിസിക്സിൽ മൂവിംഗ് ചാർജസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡീൽസ് വിത്ത് ചാർജസ് ഇൻ മോഷൻ. അപ്പോൾ നോക്കാം, നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് മനസ്സിലാവാൻ രണ്ട് ചാർജ്ഡ് ബോഡീസ് കൺസിഡർ ചെയ്യാം. ഒരു ബോഡിയിൽ ചാർജിന്റെ എമൗണ്ട് കുറച്ച് കൂടുതലും രണ്ടാമത്തെ ബോഡിയിൽ ചാർജിന്റെ എമൗണ്ട് കുറച്ച് കുറവുമാണെന്ന് കൺസിഡർ ചെയ്യാം. ഈ കൂടുതൽ ചാർജുള്ള ബോഡിയെ നമുക്ക് ഹയർ പൊട്ടൻഷ്യലുള്ള ബോഡിയാണെന്ന് പറയാം. അതായത് അവിടെ ചാർജിനെ മൂവ് ചെയ്യാൻ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അതാണ് പൊട്ടൻഷ്യൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലുള്ള ബോഡിയാണ് ഇത്. ഇതൊരു ലോവർ പൊട്ടൻഷ്യലുള്ള ബോഡിയാണ്. ഈ രണ്ട് വസ്തുക്കളെയും നമ്മളൊരു കണ്ടക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പാസേജ് അലോ ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ ചാർജ് കൂടിയ വസ്തുവിൽ നിന്നും ചാർജ് കുറഞ്ഞ വസ്തുവിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ചാർജ് കൂടിയ വസ്തുവിൽ നിന്നും ചാർജ് കുറഞ്ഞ വസ്തുവിലേക്ക് ചാർജിന്റെ ഫ്ലോ ഉണ്ടായിരിക്കും. ഏതുവരെ? രണ്ടിലെയും ചാർജ് ഈക്വൽ ആവുന്നത് വരെയും ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജിനെ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യൂ. ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്തെല്ലാം ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് നോക്കാം. നമ്മൾ ഈ കണ്ടക്ടർ ജസ്റ്റ് ഒന്ന് ഇവിടെ കണക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. വളരെ കുറഞ്ഞ സമയത്തേക്കാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ടും എന്തായിരിക്കും? കുറവായിരിക്കും. നമ്മൾ കുറെ നേരത്തേക്ക് ഈ കണ്ടക്ടർ ഇവിടെ കോണ്ടാക്റ്റിൽ വെക്കുകയാണെങ്കിലോ അവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ടും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് രണ്ടിലെയും ചാർജ് ഈക്വൽ ആവുന്നത് വരെയും അവിടെ എന്ത് ഫ്ലോ ചെയ്യും? ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ കോണ്ടാക്റ്റിലുള്ള സമയത്തിന് നേരനുപാതത്തിലാണ്. ഫ്ലോ ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ ടൈമിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ഐ. Q is equal to I into T. ഐക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇലക്ട്രിക് കറന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഈ ഒരു ഇക്വേഷനിൽ നിന്നും I is equal to നമുക്ക് എന്ത് എഴുതാം? Q by T. I is equal to Q by T. അതായത് കറണ്ടിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? യൂണിറ്റ് സമയത്തിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ട് ആണ് എന്ത്? ഇലക്ട്രിക് കറന്റ്. ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് കറന്റ്. ഇങ്ങനെയുള്ള ഈ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റുകൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്ററിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ വരുന്നൊരു ക്വാണ്ടിറ്റിയാണ് ഇലക്ട്രിക് കറന്റ്. അവിടെ അതിന്റെ യൂണിറ്റ് പഠിച്ചിട്ടുണ്ടാവും. കറണ്ടിന്റെ യൂണിറ്റ് ആണ് എന്ത്? ആംപിയർ. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. അല്ലെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് കൂടി യൂസ് ചെയ്യാം. ഇവിടെ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോംബ് ആണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് സി, കൂളോംബ്. ടൈമിന്റെ യൂണിറ്റ് ആണ് എന്ത്? സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ടിന് ഉപയോഗിക്കാവുന്ന വേറൊരു യൂണിറ്റ് ആണ് എന്ത്? കൂളോംബ് പെർ സെക്കൻഡ്. സ്റ്റാൻഡേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംപിയർ എന്നുള്ള യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ? കറണ്ടിന്റെ വാല്യൂ 1 ആംപിയർ എന്നുള്ളത് നമ്മൾ എപ്പോഴായിരിക്കും പറയുന്നുണ്ടാവുക? കറണ്ട് 1 ആംപിയർ ആവണമെങ്കിൽ ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂസ്, കൂളോമിന്റെ വാല്യൂ 1 കൂളോംബ് ആയിരിക്കണം, ടൈമിന്റെ വാല്യൂ 1 സെക്കൻഡ് ആയിരിക്കണം. അപ്പൊ 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് സമയത്തിൽ 1 കൂളോംബ് ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക് കറണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. 2 ടൈപ്സ്. DC current and AC current. DC current എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ട്. നമ്മുടെ സ്റ്റോറേജ് സെല്ലുകൾ, ബാറ്ററികൾ
ബാറ്ററികളിലൊക്കെ ഉള്ള കറണ്ടാണ് ഏത്? DC കറണ്ട്, സ്റ്റോറേജ് സെല്ലുകളിൽ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാൻ കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ അവിടെ എപ്പോഴും സെയിം ആയിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഡയറക്റ്റ് കറണ്ട്. നമ്മുടെ സ്റ്റോറേജ് സെല്ലുകളിലെല്ലാം ബാറ്ററികളിലെല്ലാം വരുന്ന കറണ്ട് ഡയറക്റ്റ് കറണ്ടാണ്. അതേസമയം കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, AC. നമ്മളെ വീടുകളിലേക്ക് വരുന്ന പവർ സപ്ലൈ, അതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന AC കറണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട്ടിലേക്ക് 2 ലൈനുകൾ വരുന്നത് അല്ലേ? അതിലൊന്ന് ഒരു മൊമെന്റിൽ പോസിറ്റീവും മറ്റത് നെഗറ്റീവും ആയിരിക്കും. തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ ഇതെന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവും, നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവുമായിട്ട് മാറും. അങ്ങനെ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം നമുക്ക് വരുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം ആണ് എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. ആംപിയറിനെ നമുക്ക് എന്തുകൂടി പറയാം? കൂളോം പെർ സെക്കൻഡ് എന്ന് കൂടി യൂസ് ചെയ്യാം. 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 1 കൂളോം ചാർജ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് കറണ്ടിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം, DC കറണ്ടും AC കറണ്ടും. DC കറണ്ടിനാണ് നമ്മൾ കോമൺ ആയിട്ട് I = Q/T എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. അതേസമയം AC കറണ്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ കറണ്ടിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ട് മാറുന്നുണ്ട്. ആ കേസിൽ നമ്മൾ യൂസ് ചെയ്യുക I = dQ/dt. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ചേഞ്ച് ഇൻ ചാർജ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇനി നമുക്ക് നോക്കാനുള്ളത് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണോ വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ എന്നുള്ളതാണ്. കറണ്ട് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും നിങ്ങൾ കഴിഞ്ഞ വർഷം വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിനെന്ത് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റികളാണ് സ്കാലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റിയാണ് ഏത്? വെക്റ്റർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അടുത്ത പോയിന്റ് ആണ് എന്ത്? ഇറ്റ്സ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഈ ഇക്വേഷൻ നോക്കിയാൽ അത് ക്ലിയർ ആവും. കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q/T, ചാർജ് ബൈ ടൈം ആണ്. ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, ടൈം എന്ന് പറയുന്നതും ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് രണ്ടും കൂടി ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയും എന്തായിരിക്കും? സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളെ കൺവെൻഷണൽ കറണ്ടിന്റെ ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞു ചാർജിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ നമ്മൾ പറയുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. ഫ്രം പോസിറ്റീവ് ടുവേർഡ്സ് നെഗറ്റീവ്. ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അപ്പൊ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നാം, സ്കാലാർ ക്വാണ്ടിറ്റിയാണ്, പിന്നെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എങ്ങനെ വരാം എന്നുള്ളത്. ഇവിടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പറയുമ്പോഴും നമുക്കൊരു ദിശ പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഇവിടെ ചാർജും ടൈമുമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സ്കാലാർ ക്വാണ്ടിറ്റി. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഏത് പാത്തിലൂടെയും എന്ത് ചെയ്യാം? കറണ്ടിനെ ഫ്ലോ ചെയ്യാം. അപ്പൊ ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ ആണ് എടുക്കുക, അതുകൊണ്ടാണ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇത്രയുമാണ് നമുക്ക് കറണ്ടിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ഫ്ലോ ചെയ്യുന്ന ചാർജ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു, കറണ്ട് ചാർജ് ടൈമിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൽ നിന്നാണ് നമ്മൾ എന്ത് പറഞ്ഞത്? കറണ്ടിനെ ഡിഫൈൻ ചെയ്തത്. വേറെ എന്തെങ്കിലും ക്വാണ്ടിറ്റീസിനെ ഈ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവോ? ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഈ 2 ഒബ്ജക്റ്റിലും ഒരേ എമൗണ്ട് ചാർജ് ആണുള്ളതെങ്കിൽ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ചാർജിൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യലില് ഒരു ഡിഫറൻസ് വേണം. എപ്പോഴും കറണ്ട് എവിടുന്ന് എങ്ങോട്ടേ ഫ്ലോ ചെയ്യുള്ളൂ? ഹയർ പൊട്ടൻഷ്യൽ റീജിയണിൽ നിന്നും
ലോവർ പൊട്ടൻഷ്യൽ റീജിയനിലേക്ക് മാത്രമാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തിനു കൂടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കൂടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് വി, വോൾട്ടേജ്. കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് എന്തിനു കൂടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? വോൾട്ടേജിന് കൂടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഓംസ് ലോ. നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് എത്തി. എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞാൽ? ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to the potential difference across the ends of the conductor. Constant temperature ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിലുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഒന്ന് പൊട്ടൻഷ്യൽ കൂടിയതും ഒന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞതുമായിരിക്കണം. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നേർ അനുപാതത്തിലായിരിക്കും. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് ആർ. ആറിന് നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. നമുക്ക് പുതിയൊരു ടേം കൂടി വന്നു, റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ്? നമ്മളിവിടെ യൂസ് ചെയ്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടർ ആ കറണ്ട് ഫ്ലോക്ക് കൊടുക്കുന്ന ഒപ്പോസിഷന് പറയുന്ന പേരാണ് എന്ത്? റെസിസ്റ്റൻസ്. കറണ്ട് ഫ്ലോക്കുള്ള ഒപ്പോസിഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. അതിന്റെ സിമ്പൽ ഓം. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ അതിലൂടെയുള്ള കറണ്ട് ഫ്ലോക്ക് കൊടുക്കുന്ന ഒപ്പോസിഷൻ, ആ ഒപ്പോസിഷന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ഇനി ഈ റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടർ കറണ്ട് ഫ്ലോക്ക് കൊടുക്കുന്ന ആ പ്രതിരോധം, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്തൊന്ന് നോക്കി നോക്കാം. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. അതില് ഫസ്റ്റ് വൺ ആണ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ലെങ്ത് നോക്കാം. ഈ റെസിസ്റ്റൻസ്, പ്രതിരോധം ഉണ്ടാവാനുള്ള കാരണം നമുക്കറിയാം. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലമാണ്. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവ പരസ്പരം കൊളൈഡ് ചെയ്യും. ഈ കൊളീഷൻ മൂലമാണ് എന്തുണ്ടാവുന്നത്? റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കാം, ഇവിടെ ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് അവ പരസ്പരം കൊളൈഡ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ലെങ്ത് കൂടുതലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കൊളീഷന്റെ റേറ്റും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെയാണ്? ലെങ്ത്തും റെസിസ്റ്റൻസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി റെസിസ്റ്റൻസ്. ലെങ്ത് കൂടുന്തോറും ഏത് കൂടും? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ദെൻ സെക്കൻഡ് ഫാക്ടർ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മളൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഛേദം, ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറയുമ്പോൾ നോക്കാം, ഇങ്ങനെ ഒരു കണ്ടക്ടറിലൂടെയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്കുള്ള ഒരു വാതിലിന്റെ ഒരു സൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വാതിലൂടെ ഒരു 3 പേര് ഒരുമിച്ച് കടക്കുകയാണെന്ന് വിചാരിക്കുക. എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുമോ? ഇല്ല. അതേസമയം ആ വാതിലിന്റെ വീതി കുറെ കൂടി കൂടുതലാണെങ്കിലോ ആ 3 പേർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ കൂട്ടിമുട്ടാതെ നടക്കാൻ പറ്റും, ഇല്ലേ? അതേപോലെ തന്നെയാണ് കണ്ടക്ടറിന്റെയും കേസ്. ഏരിയ കൂടുന്തോറും ഇലക്ട്രോണിന് മൂവ് ചെയ്യാനുള്ള ആ ഒരു പാത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഏരിയ കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? പാത്ത് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇലക്ട്രോൺസിന് കൊളീഷൻ ഇല്ലാതെ എളുപ്പത്തിൽ മൂവ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഏത് കുറയും? റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഏരിയയും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ വരുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. ലെങ്ത് റെസിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുന്തോറും കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് പ്രതിരോധം കൂടും, കണ്ടക്ടറിന്റെ ഏരിയ കൂടുന്തോറും റെസിസ്റ്റൻസ് പ്രതിരോധം കുറയും. മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക? ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടർ നമ്മൾ പറഞ്ഞ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് അവിടെ ഒരു കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഹീറ്റ് എനർജി കൂടുതൽ കിട്ടുകയാണ്. കൂടുതൽ ഹീറ്റ് എനർജി കിട്ടുമ്പോൾ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവ തമ്മിലുള്ള കൊളീഷന്റെ റേറ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കൊളീഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇൻക്രീസ് ചെയ്യും, റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാൻ പറ്റില്ല. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം, ടെമ്പറേച്ചർ 1 ഡിഗ്രി ആകുമ്പോൾ റെസിസ്റ്റൻസ് 1 ഓം ആണെങ്കിൽ ടെമ്പറേച്ചർ 2 ഡിഗ്രി ആകുമ്പോൾ റെസിസ്റ്റൻസ് 2 ഓം. ആ അനുപാതത്തിൽ ഇൻക്രീസ് ചെയ്ത് പോകണം. പക്ഷെ ആ അനുപാതത്തിലല്ല ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് പറയാം, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്തോറും കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതേസമയം നിങ്ങൾ സെമി കണ്ടക്ടേഴ്സ് കേട്ടിട്ടുണ്ടാവും. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ടിനെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് എന്ത്, സെമി കണ്ടക്ടേഴ്സ്. ഇങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതിന്റെ റീസൺ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എന്നുള്ള ചാപ്റ്ററിൽ സെമി കണ്ടക്ടർ ഡിവൈസസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. എന്നാലും മനസ്സിലാക്കി വെക്കുക. അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ സെമി കണ്ടക്ടറിലെ ഇലക്ട്രോൺസിന്റെ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ച് കൂടുതൽ ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആവുകയാണ് ചെയ്യുക. കൂടുതൽ ഇലക്ട്രോൺസ് വന്ന് എന്ത് സംഭവിക്കും, അതിന് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കൂടുകയും സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നോക്കി നോക്കാം. വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് R is equal to R0 into 1 plus alpha T. R is equal to R0 into 1 plus alpha T. ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് T ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏത് ടെമ്പറേച്ചറിൽ റെസിസ്റ്റൻസ് ആണോ നമ്മൾ കാണുന്നത് ആ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് ആണ് R. ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കാണുമല്ലേ? അപ്പോൾ ഏത് ടെമ്പറേച്ചറിലാണോ കാണേണ്ടത് ആ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണ് R. അപ്പൊ T എന്താന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടി. എന്താണ്, അവിടുത്തെ ടെമ്പറേച്ചർ ആണ് ഏത്, T. ഇനി നമുക്ക് അറിയേണ്ടത് R0 ആണ്. R0 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് ഏത്, R0. ഇവിടെ ആൽഫയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇത് ഓരോ മെറ്റീരിയലിനും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പറിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അലുമിനിയം ആണെങ്കിൽ അലുമിനിയത്തിന് വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്തോറും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്തോറും ഏത് കുറയും, റെസിസ്റ്റൻസ് കുറയും. അപ്പൊ നമ്മൾ 3 ഫാക്ടേഴ്സ് ആണ് ഇപ്പൊ നോക്കിയത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ലെങ്ത്, സെക്കൻഡ് വൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, തേർഡ് വൺ ടെമ്പറേച്ചർ. ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ്
കുറയും. അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഒരു ഫാക്ടർ കൂടി അതിലുണ്ട്. അതാണ് ഫോർത്ത് വൺ, നാച്ചർ ഓഫ് മെറ്റീരിയൽ. നാച്ചർ ഓഫ് മെറ്റീരിയൽ. എല്ലാ മെറ്റീരിയലിലും ഉണ്ടായിരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്തായിരിക്കില്ല? തുല്യമായിരിക്കില്ല. ഈ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം മാറുന്തോറും എന്ത് ചെയ്യാം? അവിടെ അതിന്റെ കണ്ടക്ഷനും എന്ത് ചെയ്യാം? വേരി ചെയ്യാം. അപ്പോൾ ഈ 4 ഘടകങ്ങളെയാണ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓംസ് ലോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കി നോക്കാം. എന്തായിരുന്നു ഓംസ് ലോ? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദി കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. നമ്മൾ ഇക്വേഷൻ എഴുതി V is equal to I into R. R എന്ന് പറഞ്ഞ പേരാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ആ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ടെമ്പറേച്ചർ ആൻഡ് നാച്ചർ ഓഫ് മെറ്റീരിയൽ. ഇത്രയും കാര്യങ്ങളെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്റ്റൻസ്. അപ്പൊ അടുത്തൊരു ടേം ആണ് ഏത്? കണ്ടക്റ്റൻസ്. ഇപ്പൊ കണ്ടക്റ്റൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിന് ഈക്വൽ ആണ്. അപ്പൊ എന്തായിരിക്കും കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനുള്ള പ്രതിരോധമാണ് റെസിസ്റ്റൻസ്. അപ്പൊ കണ്ടക്റ്റൻസ് എന്തായിരിക്കും? കറണ്ടിനെ കടത്തിവിടാനുള്ള ഒരു കഴിവാണ് എന്തപ്പോൾ? കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ടക്റ്റൻസിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഓം ആയിരുന്നു. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് 1 റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓം ഇൻവേഴ്സ് എന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് ആണ് മോ. ഓമിനെ നേരെ തിരിച്ചെഴുതാം, മോ. ഒരു യൂണിറ്റ് കൂടി ഉണ്ട്, സീമൻ. ഇതിലേത് യൂണിറ്റ് നമുക്ക് ഏതിന് യൂസ് ചെയ്യാം? കണ്ടക്റ്റൻസിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരുന്നു. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ 2 ഫാക്ടേഴ്സ് ഒന്നുകൂടി ഒന്ന് എടുത്തു നോക്കുക. റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ് ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെന്റ് കൂടി ചേർത്ത് ഒറ്റ എക്സ്പ്രഷൻ ആയിട്ട്, സിംഗിൾ എക്സ്പ്രഷൻ ആയിട്ട് എങ്ങനെ എഴുതാം? R പ്രൊപ്പോർഷണൽ ടു L/A. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് L/Aക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് റോ. അപ്പൊ ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ എന്ത് വരും? R ഈസ് ഈക്വൽ ടു റോ L/A. ഇവിടെ റോക്ക് നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റോക്ക് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. അപ്പം അല്ലെങ്കിൽ അതിനെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും പറയാറുണ്ട്. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് പുതിയൊരു ടേം വന്നാണ് റെസിസ്റ്റിവിറ്റി. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് ഡിഫൈൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഈ ഇക്വേഷനിൽ നിന്നും റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? റോ ഈസ് ഈക്വൽ ടു RA ഡിവൈഡഡ് ബൈ L. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. പലപ്പോഴും പ്രോബ്ലം ചെയ്യാനൊക്കെ ആവശ്യം വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ടോപ്പിക്കാണ്. റോ ഈസ് ഈക്വൽ ടു RA ബൈ L. അപ്പൊ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏരിയയുടെ വാല്യൂ 1 യൂണിറ്റ് സ്ക്വയറും അതുപോലെ തന്നെ ലെങ്ത്തിന്റെ വാല്യൂ 1 യൂണിറ്റുമാണെന്ന് കൺസിഡർ ചെയ്യാം. ഏരിയയുടെ വാല്യൂ 1 യൂണിറ്റ് സ്ക്വയറും ലെങ്ത്തിന്റെ വാല്യൂ 1 യൂണിറ്റും. ഈ 2 വാല്യൂസ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു എയുടെ വാല്യൂ 1 ആണ്, എല്ലിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ റോ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? R. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റെസിസ്റ്റൻസ് ആണ്. എപ്പോൾ? ആ കണ്ടക്ടറിന്റെ ഏരിയയും ലെങ്ത്തും എന്തായിരിക്കണം? യൂണിറ്റി ആയിരിക്കണം. അങ്ങനെയാണ് നമുക്ക് റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്
യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ഒന്നുകൂടി നോക്കാം. ഇക്വേഷൻ എന്താണ്? റോ ഈസ് ഈക്വൽ ടു RA/L. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം ഓം ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ ക്യാൻസൽ ആയി പോവും. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഇനി ഈ റെസിസ്റ്റിവിറ്റി ഇത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും? ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തോന്നാവുന്ന കേസാണ്. റെസിസ്റ്റിവിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യാം, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ റെസിസ്റ്റിവിറ്റി ഏരിയയെയും ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് രണ്ട് ക്വാണ്ടിറ്റിയെ മാത്രമാണ്. ഒന്ന് നാച്ചർ ഓഫ് മെറ്റീരിയൽ. നാച്ചർ ഓഫ് മെറ്റീരിയൽ, അതായത് ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റി ആയിരിക്കും. നമ്മളിപ്പോൾ കണക്ഷൻ വയറൊക്കെ കൂടുതൽ കോപ്പറാണ് യൂസ് ചെയ്യാറ് വീട്ടിൽ, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വയറിങ്ങിന്റെ വയർ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് കോപ്പറാണ്. കാരണം കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി കുറവാണ്. അതുപോലെ ട്രാൻസ്മിഷൻ ലൈനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അലുമിനിയാണ്. അലുമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെ റെസിസ്റ്റിവിറ്റി കുറവുള്ള മെറ്റീരിയൽസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് ടെമ്പറേച്ചർ ആണ്. ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ മാത്രമാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഏരിയയെയും ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അത് നമുക്ക് നേരത്തെ പറഞ്ഞ കേസ് ഒന്നുകൂടി നോക്കാം. നമ്മൾ കണ്ടക്ടറിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ലെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ രണ്ട് ചേഞ്ചും എന്ത് ചെയ്യും? ബാലൻസ് ചെയ്ത് പോകും. നമ്മൾ ഏരിയയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിലോ, ഏരിയ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആ ചേഞ്ചും അവിടെ ബാലൻസ് ആയി പോകും. അതുകൊണ്ട് ഏരിയയും ലെങ്ത്തും റെസിസ്റ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചർ ഓഫ് മെറ്റീരിയലും അതുപോലെ തന്നെ ടെമ്പറേച്ചറും മാത്രമാണ്. നമ്മൾ പറഞ്ഞ പുതിയൊരു ടേം ആയിരുന്നു റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിന്റെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നാച്ചർ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് പഠിച്ചപ്പോൾ ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിന് പറയുന്ന പേരാണ് കണ്ടക്ടൻസ്. അതുപോലെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിന് നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1/ρ. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിന് പറയുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. അപ്പൊ യൂണിറ്റ് നമുക്ക് എഴുതാം ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അതാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. നമ്മൾ ഓംസ് ലോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാം. എന്താണ് ഓംസ് ലോ എന്ന് പറഞ്ഞു? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ V പ്രൊപ്പോർഷണൽ ടു I. പിന്നെ പറഞ്ഞത് അവിടെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു, റെസിസ്റ്റിവിറ്റി പറഞ്ഞു, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു, കണ്ടക്ടിവിറ്റി പറഞ്ഞു. നമുക്കിനി ഇതിൽ നോക്കാനുള്ള ഓംസ് ലോയിൽ ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഓംസ് ലോ എന്ന് പറയുന്നത് എല്ലാ കേസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലോ ആണ് ഓംസ് ലോ. ഒരു സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതും കറണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോ ആണ് ഇത് ഓംസ് ലോ. അതുകൊണ്ട് തന്നെ ഓംസ് ലോയ്ക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ഒന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ്. ഓംസ് ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ കേസിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഒരു യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അവിടെ ഏത് കറണ്ടും വോൾട്ടേജും വരുന്ന കേസുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. മാസ് വരുന്ന ഏത് കേസിലും നമുക്ക് ആ ഫോഴ്സിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ വോൾട്ടേജും കറണ്ടും വരുന്ന എല്ലാ അവസരങ്ങളിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. രണ്ടാമത്തെ ഒരു പോയിന്റ്, സെമി കണ്ടക്ടേഴ്സ് vacuum tubes
അതുപോലെ സൂപ്പർ കണ്ടക്ടേഴ്സ്, അതുപോലെ ചില ഇലക്ട്രോലൈറ്റുകൾ, ഇതൊന്നും ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. സെമി കണ്ടക്ടേഴ്സ്, വാക്വം ട്യൂബ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, സം ഇലക്ട്രോലൈറ്റ്സ്, ഇതൊന്നും എന്ത് ഒബേ ചെയ്യുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ നമ്മൾ പറയുന്നത് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ആണ് ഓമിക് കണ്ടക്ടേഴ്സ്. ഒരു ഓമിക് കണ്ടക്ടറിൽ നമ്മൾ വോൾട്ടേജും കറണ്ടും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു ക്യാരക്ടറിസ്റ്റിക് കർവ് എന്നാണ് അതിന് പറയാം, ഒരു വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ലീനിയർ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? കാരണം ഓംസ് ലോ പറയുന്നത് എന്താണ്? വോൾട്ടേജും കറണ്ടും വോൾട്ടേജും കറണ്ടും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ, ലീനിയർ ആയിരിക്കണം. അതേസമയം നമ്മൾ സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു ഡയോഡിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. സെമി കണ്ടക്ടർ ഡയോഡിന്റെ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടുന്നത് ഈ രീതിയിലായിരിക്കും. ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഗ്രാഫ് എന്തല്ല? ലീനിയർ അല്ല. അപ്പൊ നോൺ ലീനിയർ ഡിവൈസുകളുടെ കേസിൽ, എക്സാമ്പിൾ ആണ് ഇത് സെമി കണ്ടക്ടർ എന്നൊക്കെ, ഇങ്ങനെയുള്ള കേസിൽ എന്തെല്ലാം? ഓംസ് ലോ വാലിഡ് അല്ല. അതുപോലെ സെമി കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് വേറൊരു കേസ് കൂടി പറയാം. സെമി കണ്ടക്ടറിന്റെ കേസിൽ സെമി കണ്ടക്ടേഴ്സിൽ രണ്ട് ഡയറക്ഷനിലും വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഡിഫറന്റ് ആണ്. നമ്മളൊരു ഡിവൈസ് ഇതൊരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണെന്ന് വിചാരിച്ചോളൂ. കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലൊരു റിലേഷൻ ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കില്ല, അതിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സെമി കണ്ടക്ടേഴ്സ്, വാക്വം ട്യൂബ്, സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടുന്തോറും കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് കുറയും. അങ്ങനെ റെസിസ്റ്റൻസ് കുറഞ്ഞ് സീറോ ആവുന്ന അവസ്ഥയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. ആ അവസ്ഥയെ അതിന് പറയുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. പേര് പറയുന്ന പോലെ തന്നെ സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. റെസിസ്റ്റൻസ് സീറോ ആവുന്ന അവസ്ഥയാണ്. അതുപോലെ ഇലക്ട്രോലൈറ്റ്സ്, ഇതൊന്നും ഏത് ഒബേ ചെയ്യുന്നില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. പിന്നെ ഒരു കേസ് കൂടിയുണ്ട്, ഓംസ് ലോ വാലിഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന അവസരങ്ങളിലും നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഓംസ് ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ടെമ്പറേച്ചർ വേരി ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. ഓംസ് ലോ പറയുന്നത് V = I/R. R ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ എടുത്തത്. റെസിസ്റ്റൻസ് അവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാലിഡ് അല്ല? ഓംസ് ലോ വാലിഡ് അല്ല. അപ്പൊ ഈ കാര്യങ്ങളും കൂടി അതിൽ ഓർത്ത് വെക്കുക. ഓംസ് ലോ നമുക്ക് എല്ലാ അവസരങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു യൂണിവേഴ്സൽ ലോ അല്ല. അവസരങ്ങളാണ് പറഞ്ഞത് സെമി കണ്ടക്ടേഴ്സ്, വാക്വം ട്യൂബ്, സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇപ്പൊ ഈ സെമി കണ്ടക്ടർ ഡിവൈസുകൾ, ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഇതൊക്കെ സെമി കണ്ടക്ടർ ഡിവൈസുകളാണ്. ഇതൊന്നും വരുന്ന സർക്യൂട്ടുകളിലും നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഓംസ് ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വരുമ്പോൾ മാത്രമാണ് ഏത് യൂസ് ചെയ്യാൻ പറ്റുക? ഓംസ് ലോ യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ലിമിറ്റേഷൻസ് എഴുതുകയാണെങ്കിൽ വേരിയബിൾ ടെമ്പറേച്ചർ ആണെങ്കിൽ, ഈ ടെമ്പറേച്ചർ വേരിയിങ് ആണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റില്ല? ഓംസ് ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സെഷന്റെ ഒരു കൺക്ലൂഷൻ പറയാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ഇലക്ട്രിക് കറണ്ട് ആയിരുന്നു. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജാണ് ഇലക്ട്രിക് കറണ്ട്. അതിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്. അതുപോലെ അതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ പറഞ്ഞത് ഓംസ് ലോ ആയിരുന്നു. V = IR. അവിടെ യൂസ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് പറഞ്ഞു. ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നാച്ചർ ഓഫ് മെറ്റീരിയൽ, ടെമ്പറേച്ചർ. അതിൽ നിന്ന് നമ്മൾ പുതിയത് പറഞ്ഞ ഒരു ടേം ആണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ρ = RA/L. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്താണ് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. അതിൽ ഈ ഗ്രാഫുകൾ കൂടി ഓർത്ത് വെക്കുക. ഓംസ് ലോ ഒബേ ചെയ്യുന്ന ഡിവൈസുകളാണ് ഓമിക് കണ്ടക്ടർ. ഓംസ് ലോ ഒബേ ചെയ്യാത്തതാണ് നോൺ ഓമിക് കണ്ടക്ടർ. നോൺ ഓമിക് കണ്ടക്ടറിൽ വരുന്ന ഒരു ഡിവൈസാണ് സെമി കണ്ടക്ടർ. അതിന്റെ ഗ്രാഫാണിത്. ഇത് ഓമിക് കണ്ടക്ടറിന്റെ ഗ്രാഫാണ്. ഓക്കെ, താങ്ക് യു.